السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. ശബ്ദം ശ്രവിക്കുന്ന മുത്തഅലിം സുഹൃത്തുക്കൾ, സ്നേഹനിധികളായ സഹോദരങ്ങൾ, മൗദൂദിസത്തിന്റെ രാഷ്ട്രീയ കാപട്യങ്ങൾ വിഷയത്തെ അധികരിച്ച് സംസാരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്ക് മാത്രം ചേർത്തിക്കൊണ്ടല്ല മൗദൂദിസത്തെ നാം വായിക്കേണ്ടത്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സമൂഹത്തിലേക്ക് ചേർത്തിക്കൊണ്ട് മാത്രമല്ല മൗദൂദിസത്തെ നാം തിരിച്ചറിയേണ്ടത്. മൗദൂദിസത്തിന്റെ ആശയങ്ങൾ 1948 ഇപ്പുറം മാത്രം വായിക്കേണ്ടതുമല്ല. ഒരു ജനാധിപത്യ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും പാഴ്സിയും സിഖും വ്യത്യസ്ത വിശ്വാസധാരകൾ അതിൻ്റെ കൃത്യമായ ഡൈവേഴ്സിറ്റിയിൽ കൃത്യമായി ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് എന്തിനാണ് മൗദൂദിസത്തെ വിമർശിക്കേണ്ടത് എന്ന ചോദ്യം നമുക്ക് മുന്നിലുണ്ട്. ഈ രാജ്യം എല്ലാവരുടേതുമല്ലേ? ഈ രാജ്യത്ത് ആർക്കു വേണമെങ്കിലും അവരുടെ ആശയങ്ങൾ സംവദിക്കാനും സംസാരിക്കാനും ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കെ എന്തിനു വേണ്ടിയാണ് മുസ്ലിം വിഭാഗങ്ങളിൽ പ്രത്യേകമായ ഒരു വിഭാഗം അവർക്കും ഇവിടെ പ്രവർത്തിക്കാൻ, അവർക്കും അവരുടെ ആശയങ്ങൾ യഥേഷ്ടം പ്രചരിപ്പിക്കാൻ കഴിയാവുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെയും തങ്ങളുടെ ആശയങ്ങൾ ഇന്നതാണ് എന്ന് പറഞ്ഞു വെക്കാനുള്ള കൃത്യമായ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കെ എന്തിനു വേണ്ടിയാണ് മൗദൂദിസത്തിനെതിരെ പറയുന്നത്? അതൊരു തരം സഹിഷ്ണുതയില്ലാത്ത അസഹിഷ്ണുതാപരമായ ഇടപെടലല്ലേ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ എങ്ങനെയാണ് തിയോ ഡെമോക്രാറ്റിക് സിസ്റ്റം നടപ്പിലാവുക എന്ന ചോദ്യം കൃത്യമായി അവലംബിക്കുമ്പോഴാണ് മൗദൂദിസം എത്രമേൽ അപരിഷ്കൃതമാണെന്നും എത്രമേൽ അസഹിഷ്ണുതാപരമായ ഇടപെടലാണ് സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാവുക. അബുൽ അഅ്ല മൗദൂദിയുടെ മൗദൂദിസം സംഭാവന ചെയ്ത ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാന ആശയം തന്നെ ഹുകൂമത്തെ ഇലാഹി അഥവാ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളെക്കാൾ അവകാശം അല്ലെങ്കിൽ തങ്ങളെക്കാൾ മെജോറിറ്റിയുള്ള ഭൂരിപക്ഷമുള്ള ഒരു രാജ്യത്ത് അത്തരമൊരു സംവിധാനത്തിൽ തങ്ങളെക്കാൾ കൃത്യമായ അധികാരം, എല്ലാ അധികാരവും എത്തിച്ചേരുന്നത് സൃഷ്ടാവായ റബ്ബിലാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും ഇത്തരം ഒരു ജനാധിപത്യ സംവിധാനത്തെ അനുകൂലിക്കാനോ ജനാധിപത്യ സംവിധാനം ഓഫർ ചെയ്യുന്ന അതിന്റെ ഫീച്ചറുകൾ കൃത്യമായി ഉപയോഗപ്പെടുത്താനോ ഞങ്ങൾ ഓക്കെയല്ല എന്ന വാദ്യമാണ്, ഓക്കെയല്ല എന്ന ശാഠ്യമാണ് ജമാഅത്തെ ഇസ്ലാമിയെ മുന്നോട്ട് നയിക്കുന്നത്. അത്തരമൊരു ആശയത്തിന്റെ അസ്തിത്വം ഉണ്ടായിരിക്കെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഞങ്ങൾ മതേതരവാദികളാണെന്ന മുഖമൂടി യഥേഷ്ടം ധരിക്കുകയും ആ മുഖമൂടി ഉപയോഗിച്ച് ഈ സംവിധാനത്തിൽ ഇടപെടുകയും കൃത്യമായി ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യുകയും അത്തരം മാനിപ്പുലേഷനിലൂടെ എന്താണോ ഇവിടെ സാധ്യമാകുന്നത് കിട്ടുന്ന സാഹചര്യങ്ങളിലൊക്കെയും അത് ഏത് രൂപത്തിലും ഏതൊരു സാഹചര്യത്തിലും ആളുകളുടെ വികാരങ്ങളെ മുതലെടുത്തുകൊണ്ട് അത്തരം വികാരങ്ങൾക്കിടയിലൂടെ ഇത്തരം ആശയങ്ങളെ തള്ളിക്കയറ്റുന്ന, ഇത്തരം ആശയങ്ങൾ ഇടിച്ചു കയറ്റുന്ന ഒരു പ്രത്യേക സംവിധാനമാണ് ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്നത്. നാം ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഈ രാജ്യത്ത് ഇന്ത്യ എന്ന് പറയുന്ന 1947 കൃത്യമായി ജനാധിപത്യത്തെ നിർവചിക്കുന്ന ഇതിനേക്കാൾ മനോഹരമായ ഒരു രാജ്യം ലോകത്തില്ല. അങ്ങനെ ഒരു രാജ്യം, ഈ രാജ്യത്ത് കൃത്യമായി സമാധാനത്തോടുകൂടെ വോട്ട് ചെയ്യാനും കൃത്യമായ സമാധാന സംവിധാനത്തിൽ കൃത്യമായി ഇടപെടാനും സംവിധാനം ഉണ്ടായിരിക്കെ എന്തിനു വേണ്ടിയാണ് ഞാൻ ഹുകൂമത്തെ ഇലാഹിക്ക് വേണ്ടി വാദിക്കുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ്.
ഇസ്ലാമികപരമായി ചേർത്ത് നോക്കിയാലും ഭൂരിപക്ഷമുള്ള ഒരു രാജ്യത്ത് ഒരു മുസ്ലിം ഇതേര സമൂഹം ഭൂരിപക്ഷമുള്ള ഒരു രാജ്യത്ത് ഞാൻ എങ്ങനെ ഇടപെടണമെന്ന് കൃത്യമായി ഇസ്ലാം നിർവചിക്കേ ഇത്തരം വികല ആശയങ്ങൾ ഒരു മതേതര സമൂഹത്തിൽ ഇറക്കി വിട്ടുകൊണ്ട് സ്വയം വർഗീയവാദി എന്ന പരിവേഷം മുസ്ലിം സമൂഹത്തിനൊന്നാകെ പരിചാർത്തി കൊടുക്കുന്ന അത്തരം ഒരു മുസ്ലിം സമൂഹത്തിന് അത്തരത്തിലൊരു വാദത്തിന് അത്തരം ഒരു പരിവേഷം മുഴുവനായും നേടിത്തരാൻ പാകത്തിലുള്ള മ്ലേച്ഛമായ ഇടപെടലുകൾ സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ രാഷ്ട്രീയപരമായും സാമൂഹികപരമായും മാധ്യമപരമായും പ്രത്യേകിച്ച് പറയേണ്ടത് അവരുടെ മാധ്യമ പ്രവർത്തനമാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഏത് രൂപത്തിലായിരിക്കണം മാധ്യമ പ്രവർത്തനം എന്ന ബോധ്യമുണ്ടായിരിക്കെ തങ്ങളുടെ ആശയങ്ങൾ ഏത് രൂപത്തിലെല്ലാം പ്രതിഫലിപ്പിക്കാമോ ആ രൂപത്തിലെല്ലാം പ്രതിഫലിപ്പിക്കുന്ന സംവിധാനം, ഇത് തിരിച്ചറിയേണ്ടത് കൃത്യമായി മതേതര മുസ്ലിമീങ്ങളാണ് എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ട് അവരുടെ കാപട്യങ്ങൾ മനസ്സിലാക്കുകയും അതിനെതിരെ ശക്തമായി ഇടപെടുകയും ചെയ്യണമെന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.